പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്, അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4-5 എപ്പിസോഡുകളിലായി നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഓരോ നിമിഷവും അവൻ ആഗ്രഹിക്കുന്നത്, അവനായാലും അവളായാലും, അവനെന്ന് പറയുന്നത് ഞാൻ പൊതുവായിട്ട് പറയുന്നത് അല്ലെ, ജെൻഡർ ഡിസ്ക്രിമിനേഷനൊന്നുമില്ല. സന്തോഷം, ഹാപ്പിനെസ്, ജോയ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സന്തോഷിക്കാൻ വേണ്ടിയാണ്. വി വാണ്ട് ടു ബി ഹാപ്പി, വി നീഡ് ഹാപ്പിനെസ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുവോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്തോഷം നമ്മുടെ ദുഃഖത്തിന് തന്നെ കാരണമാവുന്ന ഒരു ഫിനോമിനൻ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖത്തിന് ഹേതുവാകാത്ത, കാരണമാകാത്ത ഒരു ഹാപ്പിനെസ്, അത് ഉണ്ടായാൽ അതിന് നമുക്ക് കണ്ടൻമെൻറ്റ് എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു സംതൃപ്തമായ അവസ്ഥ, നിറഞ്ഞ് ഒഴുകുന്ന ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു, അത് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാവും? ഞാൻ പറയുകയുണ്ടായി, ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ആത്മന്യവാത്മനാതുഷ്ട, സന്തുഷ്ടി എന്നാണ് അതിനെ നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ലൊരു പദം സംസ്കൃതത്തിൽ. അത് പുറത്തു നിന്ന് നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ജീവികളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ അവയുമായുള്ള വ്യവഹാരങ്ങളിൽ നിന്നോ ഇടപാടുകളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ ലഭിക്കുന്നതല്ല. അവിടെ നിന്നൊക്കെ കിട്ടുന്ന സന്തോഷത്തിനൊക്കെ അപ്പുറത്ത് ദുഃഖമുണ്ട്, സഫറിങ്സ് ഉണ്ട്. ഏതായാലും ഞാൻ പറയുകയുണ്ടായി, നമ്മൾ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ലൈഫിൽ. അപ്പോഴാണ് ഈ ജീവിതത്തിനൊരു സുഖം, സംതൃപ്തമായ അവസ്ഥ. നമ്മൾ ജനിച്ചുപോയി, സ്വാഭാവികമായും നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്, നമ്മൾ ബന്ധിതരാണ്, ഫിസിക്കലായിട്ട് നമ്മൾ ബന്ധിതരാണ്, സാമൂഹികമായി ബന്ധിതരാണ്. നമുക്ക് കർമ്മങ്ങളിൽ നിന്ന് ആത്മഹത്യ ചെയ്യലല്ലോ പരിഹാരം. സോ വി ആർ ബോൺ ടു ലീവ്. സോ സൂയിസൈഡ് ഈസ് നോട്ട് ആൻ സൊല്യൂഷൻ. അപ്പോൾ ജീവിക്കുക എന്നാൽ കർമ്മങ്ങളിൽ നമ്മൾ വ്യാപൃതരാവാതെ നിവൃത്തിയില്ല. നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നടക്കില്ല. പക്ഷേ കർമ്മങ്ങൾ നമുക്ക് എന്ത് സമ്മാനിക്കുന്നു? ദുഃഖവും ദുരിതങ്ങളും സമ്മാനിക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതം പരിശോധിച്ചാൽ അത് മനസ്സിലാവും നമുക്ക്. അപ്പോൾ എന്താണ് പരിഹാരം? അപ്പോൾ 2-3 കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്താണ്, എന്തിനാണ്, നമ്മൾ എന്താണ്, എന്തിനാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? വാട്ട് ഈസ് ലൈഫ്? ഹു ആം ഐ? ഞാൻ ആരാണ്? മതങ്ങൾ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ലോകത്തെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മതങ്ങളെന്ന് പറയുന്നത് യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം. എന്നുവെച്ചാൽ ഒരു ചട്ടക്കൂടിൽ അനുയായികളെ പിടിച്ചു നിർത്തുന്ന 3 മതങ്ങളാണ്. അതിൽ പാരമ്പര്യമായി ഒരു മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ച ഞാൻ ആദ്യം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ പറയാം.
വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് കേട്ടോ. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ മൗലികമായ സ്രോതസ്സ്, വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സ് ഖുർആനാണ്. അപ്പോൾ ഖുർആനിൽ മനുഷ്യൻ്റെ പർപ്പസ് എന്താണെന്ന് ഖുർആൻ പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു എന്ന ദൈവം, ഖുർആൻ പറയുന്നു അത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെയും വേറൊരു സംഗതിയെയും കൂടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജിന്ന് എന്നാണ് പറയുന്നത്. പുരാതന പ്രാചീന അറേബ്യൻ ഗോത്രങ്ങളിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസമാണ് ജിന്ന് എന്ന ഒരു അദൃശ്യ ജീവിയെക്കുറിച്ചുള്ള ഒരു വിശ്വാസം. അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് ആ ജിന്ന് എന്ന് പറയുന്ന സംഗതി മനുഷ്യരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ മനുഷ്യർക്ക് അവർ അദൃശ്യരും അസ്പർശ്യരുമാണ്, നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല എന്നാണ് വിശ്വാസമാണ് കേട്ടോ. അവരത് വിശ്വസിക്കുന്നു. പിന്നെ മലക്കുകൾ എന്നൊരു സംഗതിയെക്കുറിച്ചും അവർ വിശ്വസിക്കുന്നുണ്ട്. അതിനും പ്രാചീനമായ ക്രൈസ്തവ, ജൂത, യഹൂദ വിശ്വാസങ്ങളിൽ മാലാഖമാരെന്ന് പറയപ്പെടുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ ഏതായാലും ഈ വചനത്തിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ജിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനം, ഇത് രണ്ടിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന്. ഓക്കെ, സോ വൈ അള്ളാഹ് ക്രിയേറ്റഡ് ഹ്യൂമൻ ജസ്റ്റ് ടു വർഷിപ്പ് അള്ളാഹ്. ഇത് നമ്മുടെ പർപ്പസ് ഇത്രയുള്ളൂ, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. കാരണം കൂടുതൽ വ്യാഖ്യാനിച്ചിട്ട് ഞാൻ ആരെയും ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ ഉദ്ദേശം അതല്ല. എൻ്റെ ഉദ്ദേശം നമ്മുടെ ഈ വർത്തമാനത്തിലൂടെ എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, അതിലൂടെ ജീവിതത്തിൻ്റെ പർപ്പസ്, ജീവിതത്തിൻ്റെ മൗലികമായി നമ്മളെല്ലാം തേടുന്ന ഹാപ്പിനെസ്, സഫറിങ്സിനും മിസറീസിനും കാരണമാവാത്ത, ഹേതുവാകാത്ത ഒരു കണ്ടൻമെൻ്റ് ആയിട്ടുള്ള, ഒരു സംതൃപ്തമായിട്ടുള്ള, ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ളൊരു അവസ്ഥ എങ്ങനെ കൈവരിക്കാം എന്നതാണ് നമ്മുടെ ചർച്ച. ഓക്കെ, ഇനി നമുക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ക്രിസ്തു മതത്തിൽ എന്താണ് ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ വളരെ പുരാതനമായൊരു ബൈബിളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മമ്മിയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, അവരിപ്പോൾ ബിലാസ്പൂരിലാണ്. ആ ആൻറ്റി എനിക്ക് സമ്മാനിച്ച ബൈബിളാണ്. ഞാനിത് നിരവധി തവണ വായിച്ചു, അനലൈസ് ചെയ്തു, റിസർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1 അധ്യായത്തിൽ 26ഉം 27ഉം എന്തു പറയുന്നു എന്ന് നോക്കാം. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദിസ് ഈസ് വാട്ട് ബൈബിൾ സെഡ് അബൌട്ട് ദ പർപ്പസ് ഓഫ് ലൈഫ്. ഇത്രയേ ഉള്ളൂ. ദൈവം തൻ്റെ സ്വരൂപത്തിൽ, അപ്പോൾ ബൈബിളിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് ദൈവത്തിൻ്റെ സ്വരൂപം, ബൈബിളിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല കേട്ടോ, അതുകൂടെ ചിന്തിക്കണം. ഇത് ജെനസിസ് ആണ്. പഴയ നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായി യഹൂദന്മാരുടെ കൂടെ വിശ്വാസമാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദർശനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ജെനസിസിലെ ഉൽപ്പത്തിയിൽ 1-ാം അധ്യായത്തിൽ 26 മുതൽ 27, 28 എന്തു പറയുന്നു? മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് സമുദ്രത്തിലെ മത്സ്യജാതികളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെ മേലും ആധിപത്യം നൽകി. എന്തിന് എന്ന ചോദ്യത്തിന് ബൈബിൾ ഉത്തരം നൽകിയിട്ടില്ല. എന്ത്
എന്ന ചോദ്യത്തിന് മാത്രമാണ് ബൈബിളിൻ്റെ ഉത്തരം. ഓക്കെ, ഇതാണ് സംഗതി. ദൈവം മനുഷ്യനെ എന്നിട്ട് അങ്ങോട്ട് ആധിപത്യം നൽകിയിട്ട് നീ ഇനി കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ബൈബിള് തന്നെ, മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആദം തോട്ടത്തിൽ പണിയെടുക്കാനായിട്ട് സൃഷ്ടിച്ചു. 2 ജനസിസ് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 15 നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വിമർശനാത്മകമായ വിലയിരുത്തലുകളല്ല, ഞാൻ ഫാക്ട്സ് നമ്മൾ ചർച്ച ചെയ്യണം. ഓക്കെ, ഉൽപ്പത്തിയിലെ 2:15 ഇങ്ങനെ പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ബസ്, പണിയെടുക്കാനും അതിനെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടുവിട്ടു. പിന്നീട് സംഭവിച്ചൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോൾ ഏതായാലും ഏദൻ തോട്ടത്തിലൊന്നുമല്ല, നമ്മളിപ്പോൾ ഇവിടെയാണ്. ഓക്കെ, എന്താവട്ടെ. ഇനി ലോകത്തെ ഏറ്റവും വലിയ മതം എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല, ഹിന്ദു മതം അല്ല, അത് നിരവധി വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വേദിക് കൾച്ചറിൽ, വേദങ്ങളിൽ എന്തു പറയുന്നു? God resides in each of us and in all creation. The all-pervading force from which this world evolves and into which it dissolves. ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇനി മനുഷ്യൻ്റെ പർപ്പസ് ഓഫ് ക്രിയേഷൻ, അവിടെ പ്രത്യേകിച്ച് മനുഷ്യനെ ഇന്നതിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ഹിന്ദു സംസ്കാരത്തിൽ എവിടെയും വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും പറയുന്നില്ല. ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ, ഈ സൃഷ്ടിയുടെ, ഈ കാണുന്ന സംഗതിയുടെ പർപ്പസിനെ ലീല എന്ന് മാത്രമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദ പ്ലേ ഓഫ് ഡിവൈൻ, ആ പ്രപഞ്ച അസ്തിത്വത്തിൻ്റെ സൂപ്പർ കോൺഷ്യസിൻ്റെ ലീലയാണ്, വിനോദമാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഈ ബുദ്ധമതം എന്ത് പറയുന്നു എന്ന് നോക്കാം നമുക്ക്. ബുദ്ധമതത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്താണ് എന്നതിന് ബുദ്ധമതത്തിൻ്റെ ഉത്തരം ജനന മരണങ്ങളുടെ ഒരു സൈക്കിളാണ്. ഞാൻ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ഞാൻ ജനിക്കുന്നു, മരിക്കുന്നു. ഈ സൈക്കിളിൽ നിന്ന് പുറത്തു വരിക എന്നത് നിർവ്വാണം ആയിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യം. ജീവിതം എന്നത് ജനന മരണങ്ങളുടെ അനസ്യൂതമായ ഒരു പ്രക്രിയയാണ്. പക്ഷെ അതിന് പുറത്തു വരാൻ കഴിയും നമുക്ക് ബോധപൂർവം അതിന് ശ്രമിച്ചാൽ. അതിന് എങ്ങനെ എന്നൊക്കെ ബുദ്ധമതം വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മതങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് നമ്മുടെ ബോധം, നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സാണ്, ജോയാണ്, സഫറിങ്സ് ഇല്ലാത്ത, മിസറീസ് ഇല്ലാത്ത. അപ്പോൾ നമുക്ക് സഫറിങ്സ് എന്താണ്, മിസറീസ് എന്താണ്, ഹാപ്പിനെസ് എന്താണ്, ജോയ് എന്താണ് എന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയാൽ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇനിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അക്ബർസ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോസ് നിങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. സ്നേഹത്തോടെ, ഹൃദയത്തോടെ, അക്ബർ സ്നേഹം. വീണ്ടും കാണാം.